ആദ്യമായിട്ടാണ് ഞാനൊരു പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന് എന്തായാലും ശ്രദ്ധ അർഹിക്കുന്നതായ ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ പുസ്തകം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന് പറയുന്ന പുസ്തകമാണ്. ഏകദേശം 300-ലധികം പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു 1984 എന്ന് പറയുന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിവിധ നാടുകളിൽ, അതായത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ട എന്നുള്ള രീതിയിലും, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗണ്ട എന്നുള്ള രീതിയിലും ഒരേപോലെ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഒരു 1984 എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ 1984 കുറിച്ചിട്ടൊക്കെ വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ഈ പുസ്തകം ബാൻഡാണ്. മാത്രമല്ല, ഇതിനെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത എന്ന് പറയുന്നത്, ജോർജ് ഓർവെൽ ഒരു പുസ്തകം രചിക്കുന്നത് 1949-ലാണ്. ആ 49-ലാണ് 984 കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതുന്നത്. 84 എത്തുന്ന സമയത്തേക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഭരണഘടനയും അതുപോലെ തന്നെ സാമൂഹിക ക്രമങ്ങളുടെയും ഒക്കെ മാറ്റം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, 2025 നമ്മൾ ഈ ഒരു സമകാലികമായി നോക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ഭരണകൂടത്തിൻ്റെ അട്ടിമറി, ഹൈജാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള ഒരുപാട് വസ്തുതകളെ ഈ പുസ്തകം വളരെ ഭംഗിയായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു ഓർവെൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വിപ്ലവ പാർട്ടികളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടേം തന്നെ ഇന്ന് നിലവിലുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ടേമാണ് ഈ ഓർവെൽ ഐഡിയ, അല്ലെങ്കിൽ ഓർവെൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഓർവെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനെ, യഥാർത്ഥത്തിലുള്ള ഇൻഫർമേഷൻ ശരിക്കും എന്താണോ സംഭവിച്ചത് അതായിരിക്കും, അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ്, ആ അറിവിനെ യഥാർത്ഥത്തിൽ നിന്നും മാറ്റി അതിനെ ഹൈജാക്ക് ചെയ്തിട്ട് ഗവൺമെൻറ് അധികൃതർ അവരുടെ പൗരന്മാർക്ക് അതല്ലാത്ത മറ്റൊരു തരത്തിലുള്ള അറിവ് കൊടുക്കുന്നതാണ് ഈ ഒരു ഓർവെൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഓർവെൽ അധികാരം എന്നൊക്കെ പറയുന്നത്. ഇതിനാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ചരിത്ര വസ്തുതകളെല്ലാം മാറ്റിമറിക്കപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഭൂരിപക്ഷമുള്ള ആൾക്കാർ ഭരിക്കപ്പെടുന്ന വർഗത്തിന് മേൽ ചരിത്രത്തിന് പോലും മാറ്റി എഴുതുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും ജനകോടികൾ, ഈ ലോകത്ത് ജീവിക്കുന്ന ജനകോടികൾ ആരും ഒരിക്കലും വിപ്ലവത്തിന് മുന്നിട്ടിറങ്ങുകയില്ല. അതായത് തൊഴിലാളികളാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയകൾക്ക് പല രൂപത്തിലും വിമർശനമുള്ള ഒരു പുസ്തകമാണ് ഈ 1984 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയോടും കൃത്യമായി വിയോജിപ്പ് ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിൽ പറയുന്നത്, ഒരിക്കലും ജനകോടികൾ അവരേൽക്കുന്ന അടിച്ചമർത്തലുകൾ ഉണ്ടല്ലോ, ആ അടിച്ചമർത്തലിൻ്റെ ഒരു വളരെ ശക്തിയായ അടിച്ചമർത്തലാണ്. അതുകൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, നാളെ മുതൽ വിപ്ലവം തുടങ്ങാം എന്നുള്ള അർത്ഥത്തിൽ ഒരാൾ പോലും വിപ്ലവം തുടങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജനസമൂഹത്തിൽ വിപ്ലവം ഉണ്ടാകുന്നത്? ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആ ജനസമൂഹത്തിന്, അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക ജീവിതത്തിലുള്ള ആളുകൾക്ക് അവർക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സാമൂഹിക ക്രമം കാണിച്ചു കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ പിന്നെ ജർമ്മനി എടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലും ജർമ്മനിയും എടുത്തു നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ജർമ്മനിയിലുള്ള ആളോട് ഇന്ത്യയിലുള്ള ആൾ പോയി പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ പറക്കുന്ന കാറുകളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആർക്കും എന്തും എഴുതാം, സെൻസർഷിപ്പ് ഇല്ലാത്ത നാടാണെന്നൊക്കെ പറയാം. ആ സമയത്താണ് ജർമ്മനിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് വളരെ ജീർണമായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത് മനസ്സിലാവുന്നത് അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അവർ തിരിച്ചറിയണം, ഞങ്ങൾ ജീവിക്കുന്ന ഈ അവസ്ഥ, അതായത് ഞങ്ങൾ അടിമത്തത്തിൽ ജീവിക്കുന്ന അവസ്ഥ, ഇതിൻ്റെ മുമ്പ് ഈ ഒരു ഭരണകൂടം വരുന്നതിന് മുമ്പേ
ഞങ്ങൾ മറ്റൊരു തരത്തിലായിരുന്നു ജീവിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയെ തന്നെ എടുക്കാം. ബ്രിട്ടീഷ് ഭരണം വരുന്നതിന് മുമ്പേ അതുപോലെ തന്നെ അതിൻ്റെ ശേഷവും വ്യത്യസ്തമായ തരത്തിലാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ്ഘടന മാറി മറിഞ്ഞത്. ഇതിനെയാണ് ആ ഒരു സമൂഹത്തിലുള്ള ആളുകളോട് അവർ ജീവിച്ചത്, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു ജീവിച്ചത്, പക്ഷെ ഇപ്പോഴാണ് മാറിയതെന്ന്, ഇപ്പോൾ ഈ ഒരു ഭരണകൂടം വന്ന സമയത്താണ് മാറിയതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവിടെയാണ് ഇതിൻ്റെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ഇവിടെയാണ് ഈ ചരിത്രത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നത്. അതായത് ചരിത്രം പഠിക്കുന്ന സമയത്തിലാണ് നമ്മൾ വന്നു ചേർന്നിട്ടുള്ള വഴികളും അതുപോലെ തന്നെ പോരാടിയതിൻ്റെ ചരിത്രവും, പൂജിച്ച് നേടിയതല്ല, നേരെ മറിച്ച് പൊരുതി നേടിയതാണ് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അക്ഷരവും എന്നുള്ള തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് ചരിത്രം കൃത്യമാകുന്നതോടുകൂടെയാണ്. ഭൂതകാലത്തിനോട് നീതി കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തിൽ അത്രയും കൂടുതൽ സാക്ഷരതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ഒരു ജോർജ് ഓർവെലിന്റെ 1984 ഉള്ള ഒരു ഭാവനാ ലോകം, ഒരു ലോകമുണ്ട്. അതിൽ ആ ലോകത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിരന്തരമായി ചരിത്രം തിരുത്തിക്കൊണ്ടേയിരിക്കും. ഈസ്റ്റ് ഏഷ്യ, യുറേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് യുദ്ധത്തിലാണ് എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല. ആ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം എല്ലാ സമയവും യുദ്ധം നടക്കുന്നു ഇല്ല എന്നുള്ളതിൽ കവിഞ്ഞ് യുദ്ധം നടക്കുന്നു എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന ആളുകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ചരിത്രത്തിനെ എല്ലാ തരത്തിലും ഹൈജാക്ക് ചെയ്യുക, ഇവർക്ക് വേണ്ട രൂപത്തിലേക്ക് ചരിത്രത്തിനെ മാറ്റുക, ഭൂതകാലത്തിനെ മാറ്റുക. ആ തരത്തിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് വിപ്ലവമാണോ അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നത് വളരെ ജീർണമായ അവസ്ഥയിലാണോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സ്വയം അറിഞ്ഞാൽ മാത്രമേ കലാപം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, പക്ഷേ കലാപം ഉണ്ടായാൽ മാത്രമേ ഏതൊരാൾക്കും സ്വയം അറിയാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വ്യത്യസ്തമായ ഐഡിയകൾ കൂടി ചേർന്നിട്ടുള്ള ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ വളരെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ 1984 എന്ന് പറയുന്നത്. പിന്നെ ഇതിലുള്ള ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഇതിൽ വലിയേട്ടൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൽഡർ ബ്രദർ എന്നാണെന്ന് തോന്നുന്നു. ഈ വലിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എത്തിക്സ് ഒക്കെ നിർവഹിക്കുന്നത് പോലെ ഒരു യാഥാസ്ഥിക മനോഭാവത്തോടു കൂടെയുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു വലിയേട്ടൻ എന്ന് പറയുന്നത്. വലിയേട്ടൻ നോക്കിക്കാണുന്നു എന്നാണ് എല്ലാവരോടും പറയാം. യഥാർത്ഥത്തിൽ വലിയേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല ഐഡിയ. സർവൈലൻസ് എന്നതുപോലെ വലിയേട്ടൻ നോക്കിക്കാണുന്നുണ്ട്. എല്ലാവരും വലിയേട്ടന് ആദരസൂചകത്തോടെ ജീവിക്കണം, വലിയേട്ടനോട് വിനയാന്യതനായിരിക്കണം, വലിയേട്ടൻ പറയുന്നത് പോലെ ജീവിക്കണം. ഇതാണ് ആ ഒരു ഭാവനാ ലോകത്തിലുള്ള ഒരു അച്ചടക്ക മര്യാദ എന്ന് പറയുന്നത്. വലിയേട്ടൻ നോക്കുന്ന അല്ലെങ്കിൽ വലിയേട്ടൻ കാണപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇതിലുള്ള വിൻസ്റ്റൈൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിലത്തെ മുഖ്യ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം. പക്ഷേ നായകനുള്ള കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കഥയല്ല യഥാർത്ഥത്തിൽ 1984 എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ആ ലോകം നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ആ ലോകം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു മുഖ്യ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു വന്നത്, വിൻസ്റ്റൈൻ ചാരപ്പണി എടുക്കുകയും അതുപോലെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്യും. പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ക്യാമ്പുകളിലൊക്കെ പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ എത്തിപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമ്പോൾ വളരെ രസകരമായൊരു ഒരു സംഭവമാണ്. അദ്ദേഹത്തിനോട് ഈ വിൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ആൾ ചോദ്യം ചോദിക്കുന്ന അധികൃതരോട് പറയാണ്, വലിയേട്ടൻ മരിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഇല്ല, കാരണം വലിയേട്ടൻ നിലനിൽപ്പുള്ള ആളാണ്, വലിയേട്ടൻ അസ്തിത്വമുള്ള ആളാണ്. അപ്പോൾ വിൻസ്റ്റൈൻ പറയും, അപ്പോൾ ഞാനും ജീവിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഞാനോ എന്നുള്ള, അതായത് ഞാനും ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് സോളിപ്സിസത്തിൻ്റെയൊക്കെ നമ്മൾ പറയും, സോളിപ്സിസത്തിൻ്റെയൊക്കെ ഒരു ഐഡിയ ആണ് ഈ ഒരു ഞാനോ എന്ന് ചോദിക്കുന്നത്.
അതായത് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു വ്യക്തി ഒരു വോട്ട് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വരുന്നത്, ഈ ജനാധിപത്യമൊക്കെ വരുന്നത് ഈ ഒരു വ്യക്തിയിലേക്ക് അധിഷ്ഠിതമായ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ചോയ്സും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ ഒരു ചോദ്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഗവൺമെന്റ് അധികാരി പറയുന്നത് നീ നിലനിൽക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോ വ്യക്തിയും ആ രാജ്യത്തിന്റെ കണക്കിൽ നിലനിൽക്കുന്ന പോലുമില്ല. വെറും മനുഷ്യാധ്വാനമായി വളരെ ചെറുതായി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ആണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റിന് എതിരായിട്ട് ഇതിൽ പ്രസ്താവിക്കപ്പെടുന്നത്. അതായത് വ്യക്തിയെ ഇല്ലാതെയാക്കി ഒരു സമൂഹത്തിന് മുഴുവനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് വിമർശന പഠനങ്ങളാണ്, അത് മാറ്റിവെക്കാം. ഇതുപോലെയുള്ള എങ്ങനെയാണ് ഒരു ഭാഷയെ മാറ്റി തീർക്കുന്നത്, ഇതിലെ മറ്റൊരു ഏറ്റവും കൗതുകം ഉള്ളൊരു വസ്തുതയാണ് എങ്ങനെയാണ് ഭാഷയെ ഭരണകൂടം മാറ്റി തീർക്കുന്നത്. ഭരണകൂടത്തിന് ആവശ്യമായ രീതിയിൽ അവരെങ്ങനെയാണ് ഭാഷയെ കൃത്രിമപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പുതുമൊഴി എന്ന് പറയുന്ന ഒരു ഭാഷ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ പുതുമൊഴി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആളുകൾ വലിയ ഭാഷാ പണ്ഡിതരെ വെച്ചിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ് ഈ പുതുമൊഴി എന്ന് പറയുന്നത്. ഈ പുതുമൊഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിഷേധാത്മകമായ വാക്കുകളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ രണ്ടെണ്ണമായിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ പറയും വെളിച്ചം ഇരുട്ട്, സത്യം കളവ്, പിന്നെ ആൺ പെൺ, ഇങ്ങനെയുള്ള രണ്ടെണ്ണമുള്ള ദ്വിമുഖങ്ങളായ വാക്കുകളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിഷേധാത്മകമായി ആ എന്ന് പറയുന്ന അക്ഷരത്തിനെയാണ് ഇവർ കൊടുക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പകലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി അല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത്, പുതുമൊഴിയെ ഇവർ ന്യായീകരിക്കുന്നത് ഒരുപാട് വാക്കുകൾ നമുക്ക് കുറക്കാം, അനാവശ്യമായ വാക്കുകളുടെ പ്രവാഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ അവർ ന്യായീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സത്യം എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നതിനെ നമ്മൾ സത്യം എന്നുള്ളൊരു വാക്കുണ്ടാക്കുന്നു. നേരെ മറിച്ച് കളവ് എന്നുള്ള അല്ലെങ്കിൽ തിന്മ എന്നുള്ള ഒരു വാക്ക് ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരാൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അവർ അപ്പോൾ എന്താ പറയാ, അദ്ദേഹം ആ നന്മ പ്രവർത്തിച്ചു എന്ന് പറയും. തിന്മ എന്നുള്ളൊരു വാക്കുണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത് തിന്മയാണ്, എങ്ങനെയാണ് അത് തിന്മയാകുന്നത്, ഇതുപോലെയുള്ള അതിന് വ്യത്യസ്തമായ ചില്ലകൾ ഉണ്ടാകുന്നത്, തിന്മയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് ആ സത്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ നന്മ എന്ന് പറയുന്ന സമയത്ത് വലിയേട്ടനെ അംഗീകരിക്കലാണ് നന്മ, അതല്ലാത്തതെല്ലാം ആ നന്മയാണ്. എന്താണ് നന്മ എന്ന് മാത്രം വിശദീകരിക്കാൻ സാധിച്ചാൽ പിന്നെ കൂടുതൽ ആ നന്മയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, തിന്മകളെ കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ആളുകളുടെ മസ്തിഷ്കത്തിനെ ചുരുക്കി കളയുകയും ചെയ്യും. അതായത് ഇതിൽ പറയുന്നുണ്ട്, അത്യാവശ്യമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഭാഷകളില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിലെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭാഷയെ പോലും സ്വാധീനിച്ച് മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം യന്ത്രങ്ങൾ മുഖേന നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറ്റി പാർപ്പിക്കപ്പെടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ലോകം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സ്വന്തമായ ചിന്തകളില്ലാത്ത, സ്വയം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണുന്ന, സ്നേഹത്തിനേക്കാൾ സ്നേഹം ഉണ്ടാകുന്ന സമയത്തിലാണ് പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് വെറുപ്പിൻ്റെ മേൽ ഒരു രാജ്യം പടുത്തുയർത്തുകയാണെങ്കിൽ ഒരിക്കലും അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നില്ല, വീടുകളിൽ പോലും വിശ്വാസമില്ല. ആ സമയത്ത് അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല, എല്ലാവരും പരസ്പരം പഴിചാരുന്നവരാണ്, ചാരവൃത്തി എടുക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായൊരു പുസ്തകമാണ് ഈ 1984 എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പുസ്തകം എല്ലാവരും
വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ച ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം.